Hi everyone, welcome to my channel. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരു ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു ബോട്ടിൽ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അരിയൊക്കെ കൊണ്ടുവരുന്ന ചാക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ കവറിൻ്റെ പിടുത്തമൊക്കെ വരുന്ന ഹാങ് ആയിട്ട് വരുന്ന നമ്മൾ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ചാക്ക് പോലെയുള്ള സാധനത്തിൻ്റെ മുകളിൽ നിന്ന് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് അങ്ങനെയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അല്പം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അല്പം ഫ്ലവേഴ്സ്, ഇത് റിബണിൻ്റെ ഫ്ലവേഴ്സാണ്. ഇതും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ളൊരു ഗൺ ഗ്ലൂ ആണ്. പിന്നെ കത്രിക. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിതെങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ ഒരു കുപ്പി വെച്ചിട്ട് ഇതിൻ്റെ അളവ് നോക്കിയിട്ട് ഇതിന് എത്ര ക്ലോത്ത് വേണ്ടിയെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതിൻ്റെ റൗണ്ട് ഇത് ചുറ്റിയിട്ട് എത്രയാണ് നമുക്ക് അളവ് എന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് അതിനുശേഷം അത് കട്ട് ചെയ്യുക. എന്നിട്ട് അതിൽ ഗ്ലൂ വെച്ചിട്ട് നമുക്കിതങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ അറ്റം ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് മടക്കിയിട്ട് വെച്ച് ഒട്ടിക്കണം. ഇല്ലെങ്കിൽ അതിങ്ങനെ പിന്നി അതിൻ്റെ ആ ഒരു നൂലൊക്കെ ഇങ്ങനെ അഴിഞ്ഞു പോരാൻ തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഈ ബോട്ടിൻ്റെ താഴ്ഭാഗത്ത് ഗ്ലൂ ആക്കിയിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഒരു അളവിൽ റൗണ്ട് പീസ് ഈ ചാക്കിൽ നിന്നും കട്ട് ചെയ്തിട്ട് ഇവിടെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു റൗണ്ട് പീസ് നമുക്ക് എടുത്തിട്ട് ഇതങ്ങ് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ബോട്ടിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ ഒട്ടിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഭാഗം ഇങ്ങനെ ലൂസായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ടൈറ്റാക്കി പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഭാഗം നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ള ഡെക്കറേഷൻ ചെയ്യാം. ഇനി നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ മാറ്റി വെച്ചിരുന്ന റെഡ് ലേസ് പോലെ, ലേസ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ചാക്കിൻ്റെ പിടുത്തമാണത്. അപ്പോൾ അത് നമ്മൾ കവറിൻ്റെ ഒക്കെ പിടുത്തമുണ്ടല്ലോ, അതാണത്. അപ്പോൾ അത് ഞാനിങ്ങനെ സ്റ്റെപ്പായിട്ട് ഒട്ടിച്ചു കൊടുക്കുവാണ്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള നമ്മളുടെ ഫ്ലവർ ഡെക്കറേഷൻസൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിതാ ആദ്യം റെഡ്, പിന്നെ യെല്ലോ, വീണ്ടും ഈ ഒരു റെഡ് ഇങ്ങനെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് നമുക്ക് ഈ ബോട്ടിൽ നന്നാക്കിയെടുക്കാം. പിന്നെ ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഫ്ലവേഴ്സ് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കംപ്ലീറ്റ് ഫ്ലവേഴ്സ് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഞാൻ വെറും 3 ഫ്ലവേഴ്സ് വെച്ചിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ബോട്ടിലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ക്രാഫ്റ്റാണിത്. പെയിൻറ്റിങ്സ് ഒന്നും അറിയാത്തവർക്ക് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മാത്രമല്ല ഒരു രൂപ ചിലവില്ലാണ്ട് നമ്മളെ വീടിൻ്റെ അകത്തളങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ ശുഭദിനം.